ഒരു കുടുംബം ഇവിടെ വന്ന് ശുശ്രൂഷയെ പങ്കെടുക്കുന്ന അവരൊരു ഭവനമൊക്കെ നടന്നു. ഭവനം നടന്നപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരെന്തോ ഈ വലിയ കുരിശുണ്ടാക്കിയിട്ട്, കുരിശ് എന്തുമ്മ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പഞ്ചലോകത്തുമ്മ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി സ്ഥാപിച്ചു. പഞ്ചലോകം. കാരണം നമ്മൾ നല്ലൊരു വീട് പണിയാൻ നിൽക്കുമ്പോൾ എന്ത് ലോകം വെച്ചാലും നല്ലതാണെന്ന് ചെയ്യാണ്. അത് നിയമമാണ്, അതൊന്നും ചെയ്യുന്നില്ല. വലിയ കുരിശ് ആ പള്ളിയിൽ അച്ഛനും ഇത് ഇട്ടു സ്ഥാപിച്ചു. ഞാനിവിടെ വന്ന് എന്തോ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ പഞ്ചലോക. ഞാൻ പറഞ്ഞു, എന്നാൽ ആ വീട്ടിൽ ഇപ്പോൾ ഉള്ള ഐക്യം തകരും, ഇപ്പോൾ ഉള്ള ഐക്യം തകരും, എന്നിട്ട് വേറെ ഐക്യം തുടങ്ങും. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് ഭാര്യേനെ പുറത്താക്കി. എന്നിട്ട് എന്തായി, അവർ ചേട്ടന്മാർ തമ്മിൽ വലിയ ബന്ധം. കാരണം ചേട്ടന്മാരുണ്ടെങ്കിൽ മക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കൊടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചെയ്യാം. അല്ലേ? ഞാൻ ആ കുടുംബം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഈ കുടുക്കളഴിക്കുന്ന മാതാവിൻ്റെ ഈ നവനാള് ഇറക്കിയിട്ടുണ്ടായി. ആ കുടുക്കളഴിക്കുന്ന മാതാവിൻ്റെ നവനാള് ഇറക്കിയപ്പോൾ എന്താ വെച്ചാൽ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവരിത് ഒരു 10 ഇങ്ങനെ 10-20 മേടിച്ചിട്ട് എന്ത് ചെയ്യുന്ന ഓരോ സ്ഥലത്തും കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി. ഇത് നിസ്സാര പ്രാർത്ഥനയല്ല കേട്ടോ, മേടിച്ച് കട്ടൻ്റെ അടിയിൽ വയ്ക്കാനുള്ളതൊന്നല്ല. ഇത് ഫലം നൽകുന്ന പ്രാർത്ഥനയാണ്. നമ്മൾ 2016 തൊട്ട് ഈ സെൻറ്ററിൽ ചെല്ലിയിട്ട് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള പ്രാർത്ഥനയാണ്. അല്ലേലിയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ ചേച്ചി ചെല്ലിയ മതി, മേടിച്ചു കൊടുക്കുക. അപ്പോൾ ചേച്ചിക്ക് എന്തായി, ചൊല്ലി തുടങ്ങിയാൽ മേടിച്ചു കൊടുക്കാൻ തുടങ്ങി. ഞാൻ എന്ന് വരുമ്പോൾ പറയും, ചേച്ചി എന്ത് ചെയ്യണം, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചേച്ചിയുടെ തലമുറയ്ക്കും ചേട്ടൻ്റെ തലമുറയ്ക്കും. അല്ലേലിയ. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇത്രയും നാൾ പ്രാർത്ഥിച്ച് ഉള്ള സ്വസ്ഥത ഇപ്പോൾ പോയി. അപ്പോൾ പ്രാർത്ഥന വർദ്ധിക്കുമ്പോഴാണ് എന്ത് കയറുന്നത്, സ്വസ്ഥത പോകുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ആര് കയറുന്നത്, പിശാച്. നമുക്ക് ചെറിയ ചിന്ത എങ്ങനെയുണ്ട്, ചെറുതല്ല, വലിയ ചിന്തയാണ്, തെറ്റായിട്ടുള്ള ചിന്തയാണ്. പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ എന്താ, നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ പിശാചും, അങ്ങനെയാണെങ്കിൽ എല്ലാ പിശാചും കയറേണ്ടത് എങ്ങോട്ടായിരിക്കും, പാലക്കാട് രൂപതയിലേക്കായിരിക്കും, രൂപതാധ്യക്ഷൻ്റെ. അല്ലേലിയ. അല്ലെങ്കിൽ മാർപ്പാപ്പയ്ക്കെതിരായിരിക്കും എല്ലാ പിശാചുക്കളും തരുന്നത്, അല്ലെങ്കിൽ എന്താ അച്ഛന്മാർക്കെതിരെ. അങ്ങനെയല്ല. പ്രാർത്ഥന കൂട്ടുമ്പോൾ എന്തെങ്കിലും ഭിന്നത, കലഹം നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് പ്രാർത്ഥിച്ച് തന്നെ ഇറങ്ങിപ്പോവുള്ളൂ, പ്രാർത്ഥിക്കാതെ പോവില്ല. പ്രാർത്ഥിച്ചിട്ട് കുടുംബത്തിൽ കലഹം ഉണ്ടാണെങ്കിൽ ആ കലഹത്തിൻ്റെ ആത്മാവ് കുടുംബത്തിൽ കിടക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അല്ലേലിയ. എനിക്ക് അപകടങ്ങൾ വർദ്ധിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മിക്കപ്പോഴും എൻ്റെ വണ്ടി ഇടിക്കും. ഞാൻ പ്രാർത്ഥന കൂട്ടാൻ തുടങ്ങിയപ്പോൾ ദൈവം ഒരു ദിവസം എന്താ വെച്ചാൽ മിഖായേൽ മാലാവെ കാണിച്ചു തരാം. അതിനുശേഷം മിഖായേൽമാരുടെ പ്രാർത്ഥന ഇടാൻ തുടങ്ങി, അപകടം മാറി. ഈ ചേച്ചിയോട് പറഞ്ഞ് എല്ലാ ദിവസവും പറയും, ചേച്ചിയുടെ കുടുംബത്തിനും ചേട്ടൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. അത് 7 തലമുറയല്ല, തലമുറ കൂടുതൽ. ഒരു ദിവസം ഞാൻ പറഞ്ഞു 70 തലമുറ എല്ലാം പറഞ്ഞു, കേട്ടിട്ട് മനസ്സിലായില്ല. എന്നിട്ട് എനിക്ക് മെസ്സേജ് ചോദിച്ചു, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വിളിച്ചിട്ട് പറയാണ്, അച്ഛൻ പ്രാർത്ഥിക്കുന്നു പറയുന്നുണ്ട്. പ്രാർത്ഥിച്ചത് പബ്ലിക് സ്ഥലത്ത് അടിവരെയായിട്ടുണ്ട്. ഇനി എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ പറയാം, അച്ഛന്മാർക്ക് എന്താ പറയാനുള്ള, പ്രാർത്ഥിക്കുക. അംബ്രോസ് ബിഷപ്പ് മോനിക്ക പുണ്യവതി ചെന്നപ്പോൾ എന്താന്ന് പറഞ്ഞെന്ന് അറിയാമോ? എന്താണെന്ന് ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചോ നടക്കും. കാരണം എന്താ, ശക്തമായിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. ആർക്ക് വേണ്ടി? അഗസ്തീനോസിന് വേണ്ടി. അഗസ്തീനോസാണ് ഈ പരസ്യമായ പാപം ചെയ്ത് കിടക്കുക. ബേസിൽ പറഞ്ഞു, ഇത് പ്രാർത്ഥിച്ചാൽ വിട്ടുമാറും. അല്ലേലിയ. നമുക്കെങ്ങനെ ഈ സഭാപിതാക്കന്മാർ പറഞ്ഞുള്ള കാര്യം വെച്ച് പ്രാർത്ഥിക്കും. അല്ലേലിയ. 70 തലമുറ എന്നൊക്കെ നിങ്ങൾ അത്ഭുതപ്പെടും. ഒരു സ്ഥലത്ത് ധ്യാനം നടത്തുന്ന അവസരത്തിൽ ഇവിടുന്ന് ശുശ്രൂഷകൻ പോയി ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ശുശ്രൂഷ പറഞ്ഞു 72 തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്താ വെച്ചാൽ ഓരോ തലമുറ എടുത്ത് പറഞ്ഞു. നമ്മളാകെ കേട്ടുകൊണ്ടിരിക്കുന്ന 7 തലമുറയെക്കുറിച്ച് അല്ലേ. ആ സഹോദരൻ ഇവിടെ വന്നിട്ട് പറയാം, അച്ഛാ ധ്യാൻ ബെസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ തലമുറകളെക്കുറിച്ചാണ് പറയുന്നത്. ഈ സഹോദരനോട് പ്രാർത്ഥിക്കുക. മാർച്ച് മാസത്തിലെ സംഭവം. ഏപ്രിൽ മാസം പകുതിയായി കഴിഞ്ഞപ്പോൾ അവസാനം മെയ് മാസം തുടങ്ങി ആൾ വരുന്നില്ല. ഇപ്പം ഞാൻ വിചാരിച്ചു പ്രശ്നം വലുതായിട്ടുണ്ടാവും, വലിയ ആത്മഹത്യം ചെയ്ത്. എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. കാരണം ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പറയാം, പ്രശ്നം മാറിയച്ചാ, ഞങ്ങൾ ഒന്നിച്ചിപ്പോൾ താമസിക്കുകയാണെച്ചാ,
കാരണം അവർ തമ്മിൽ ഭിന്നിച്ചു, അവർ തമ്മിൽ കലഹിച്ചു. ആര് തമ്മിൽ? ദൈവം കൂട്ടി യോജിപ്പിക്കേണ്ടതിന് ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളെ ചിതറിപ്പിക്കും. ഹല്ലേലൂയ. അവർ പറയും ഇപ്പം ഞങ്ങൾ സന്തോഷകരമായിട്ടാണ് ജീവിക്കുന്നത്. കാരണം എന്താ? ദൈവം അവരുടെ കുടുംബത്തിൽ കേട്ടോ. നിങ്ങൾ ഏത് പഞ്ചലോകം വെച്ചാലോ, ഏത് കന്യമൂലം വെച്ചാലോ, ഏത് അശുദ്ധ ലക്ഷണം വെച്ചാലോ അതിൻ്റെ മേലെല്ലാം ദൈവത്തിൻ്റെ കൃപയുണ്ട്. എവിടെ കിടക്കുന്നത്? 2 കൊരിന്തോസ് 4:7 അവനാണ് പരമശക്തി. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ആ പരമശക്തിയിലേക്കാണ് ദൈവം വിളിക്കുന്നത്. അന്ന് ഇപ്രകാരം പറയാണ്, യാക്കോബിൻ്റെ ഭവനത്തിലേക്ക് പോകാം. എന്തിനാ പോകുന്നത്? അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. മാർഗങ്ങൾ എന്താ? ദൈവത്തെ ആരാധിക്കണം.